അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഭരണ നവീകരണം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് ബ്യൂറോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത ഹയറാർക്കിക്കൽ ഓർഗനൈസേഷനാണ്, ശ്രേണീപരമായ സംഘാടനം. Hierarchical organization, one of the significant features of bureaucracy, creates delay in taking decision in administrative field. ശ്രേണീപരമായ സംഘടനം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഇത് പലപ്പോഴും വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് തടസ്സമാവാറുണ്ട്. ഈ തടസ്സത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ടു സോൾവ് ദിസ് ആൻഡ് പ്രൊവൈഡ് ബെറ്റർ സർവീസ് ഈസിലി, ഇത് പരിഹരിക്കുന്നതിനും മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹാസ് ടേക്കൺ സർട്ടൺ സ്റ്റെപ്സ്, ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. അവയെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഭരണ നവീകരണം എന്നത്. ഇനി നമ്മൾ ഭരണ നവീകരണം എന്താണെന്ന് പഠിക്കണം. എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദി ഗവൺമെൻറ് ഫോർ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ സർവീസസ്, സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു പീപ്പിൾ ഇൻ എ ടൈം ബൗണ്ട് മാനർ, കാലതാമസം കൂടാതെ പൊതുജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ദേ ആർ നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. 2 പോയിന്റേ ഉള്ളൂ. ഫോർ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു പീപ്പിൾ ഇൻ എ ടൈം ബൗണ്ട് മാനർ, ദേ ആർ നോൺ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. അപ്പോൾ ജനങ്ങൾക്ക് കാലതാമസം കൂടാതെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ നടപടികളെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നറിയപ്പെടുന്നത്. ഇത്രയും നമ്മൾ എഴുതിയാൽ മതി. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇനി ലക്ഷ്യം പറയുന്നു, ദ ഇൻറ്റൻഷൻ ഈസ് ടു മേക്ക് അഡ്മിനിസ്ട്രേഷൻ പീപ്പിൾ ഫ്രണ്ട്ലി ആൻഡ് എഫിഷ്യൻസ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. For this, government constitutes administrative reform commissions national and state levels. ഇതിനു വേണ്ടിയിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഇനി അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഫാമിലറൈസ് വിത്ത് സം സ്റ്റെപ്സ് ടേക്കൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ അവർ കൺട്രി. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ആദ്യത്തത് ഇ ഗവേണൻസ് ആണ്. ഇ ഗവേണൻസ് എന്ന് പറയുന്നത് E-governance is the use of electronic technology in administration. അപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ എവിടെ ഉപയോഗപ്പെടുത്തലാണ്, ഭരണരംഗത്തെ ഉപയോഗപ്പെടുത്തലാണ് ഈ ഗവേണൻസ് എന്നറിയപ്പെടുന്നത്. ഈ ഗവേണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ദിസ് ഹെൽപ്ഡ് ടു ഒബ്റ്റെയിൻ ഗവൺമെൻറ് സർവീസസ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി തീർന്നു. അപ്പോൾ governance is the use of electronic technology in administration. This helped obtain government services easily in a speedy manner. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഗവേണൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണം പറയുന്നു. ദ സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ടു ഹയർ സെക്കൻഡറി കോഴ്സസ്. അപ്പോൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ അതിന് ഉദാഹരണമാണ്. പിന്നെ മറ്റൊരു ഉദാഹരണം പറയുന്നു, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫോർ വേരിയസ് സ്കോളർഷിപ്സ്. ഇപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കുള്ള ഓൺലൈൻ അപേക്ഷ. അപ്പോൾ ഇതിന് ഉദാഹരണമാണ്, ഈ ഗവേണൻസ് ഉദാഹരണമാണ്. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ക്യാൻ റിസീവ് സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാൻ സഹായിക്കും. ഒന്നാമത്തെ ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. രണ്ടാമത്തെ പോയിന്റ്, നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസസ് ഫോർ സർവീസസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്, സേവനത്തിനായി സർക്കാർ ഓഫീസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്യാൻ റിസീവ് സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അടുത്ത പോയിന്റ്, ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ്. സർക്കാർ സേവനം വളരെ കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി വിത്ത് ലെസ് എക്സ്പെൻസ്. അടുത്ത പോയിന്റ്, എഫിഷ്യൻസി ഓഫ് ദ ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. എഫിഷ്യൻസി ഓഫ് ദ ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ
ഇ ഗവർണൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു മാർക്കിൽ ഇ ഗവർണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവർണൻസ് എന്നറിയപ്പെടുന്നത്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വളരെ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി തീർന്നു. ഉദാഹരണം 2 ദ സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ടു ഹയർ സെക്കൻഡറി കോഴ്സസ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് സ്കോളർഷിപ്സ്. ഇത് 2 ഉദാഹരണങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നേട്ടങ്ങളാണ്: സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിൽ ലഭിക്കുന്നു, ഓഫീസുകളുടെ കാര്യക്ഷമത, സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഈ സേവനങ്ങൾ, ഈ ഗവർണൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ്. ദീസ് ഫെസിലിറ്റീസ് ആർ നൗ അവൈലബിൾ ഇൻ ആൾ ഗവൺമെൻറ് ഓഫീസ്. ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. ദ ബേസിക് ഫെസിലിറ്റീസ് ആർ എൻഷുർഡ് ടു ആൾ ത്രൂ അക്ഷയ സെൻറ്റേഴ്സ് ഇൻ കേരള. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ ഉറപ്പുവരുത്തുന്നു. പീപ്പിൾ ക്യാൻ റിസീവ് ദ സർവീസ് ഇ ഗവർണൻസ് അറ്റ് ഹോം വിത്ത് സ്പ്രെഡ് ഓഫ് ഇ ലിറ്ററസി. ഈ സാക്ഷരത വ്യാപകമാകുന്നതോടുകൂടി ഇ ഗവർണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അക്ഷയ കേന്ദ്രത്തെക്കുറിച്ചൊരു കുറിപ്പ് ഒരു അഡീഷണൽ റീഡിങ് നൽകിയിരിക്കുന്നു, പഠിക്കേണ്ട ആവശ്യമില്ല. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പീപ്പിൾ, അക്ഷയ സെൻറ്റേഴ്സ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു മേക്ക് യൂസ് ഓഫ് ഗവൺമെൻറ് സർവീസസ് ഡെലിവേർഡ് ത്രൂ ഇ ഗവർണൻസ്. ഇ ഗവർണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് അക്ഷയ കേന്ദ്രം. ഇറ്റ് ആൾസോ എയിംസ് അറ്റ് മേക്ക് പീപ്പിൾ ഇ ലിറ്ററേറ്റ്. ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ ലിറ്ററസി ഈസ് ദ അവയർനെസ് എബൌട്ട് ബേസിക് ഇൻഫർമേഷൻ എബൌട്ട് ഇൻ്റർനെറ്റ് ടെക്നോളജി. അതായത് ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണെന്നറിയപ്പെടുന്നത് ഈ സാക്ഷരത എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണ നവീകരണത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ, അറിയാനുള്ള അവകാശം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ, അറിയാനുള്ള അവകാശം. സർക്കാർ സേവനങ്ങൾ സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്വീഡനിലാണ് ഇത് ആദ്യമായി നടപ്പിലാക്കിയത്. ഈ അറിയാനുള്ള അവകാശം ആദ്യം നടപ്പിലാക്കിയത് സ്വീഡനിലാണ്. ഇന്ത്യയിൽ ഇത് നടപ്പിലാക്കിയത് രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള അരുണ റോയിയുടെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. പ്രധാനമായിട്ട് ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. പിന്നെ ലോകത്തിൽ തന്നെ 55ാമത്തെ രാജ്യമാണ്, അതായത് ഇന്ത്യ. ലോകത്തിൽ തന്നെ 55ാമത്തെ രാജ്യമാണ് അറിയാനുള്ള അവകാശം നടപ്പിലാക്കി, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പിലാക്കി 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശം നടപ്പിലാക്കി തമിഴ്നാട്ടിലാണ്. അതായത് അറിയാനുള്ള അവകാശം നടപ്പിലാക്കിയത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇത് 20 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഇതിന് നമ്മൾ ഒരു എക്സാമ്പിൾ നൽകിയിരിക്കും ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. എവിടത്തെയാണ്? ഹയർ സെക്കൻഡറി സ്കൂൾ കരമന, തിരുവനന്തപുരം. അദ്ദേഹം അതിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. സുരേഷ് കുമാർ അനശ്വര വഴുതക്കാടിന് റിപ്ലൈ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ? ഇതൊക്കെയായിരുന്നു. അതായത് സ്കൂളിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്, എത്ര മണി മുതൽ എത്ര മണി വരെയാണ്, അവിടെ പ്രത്യേകം ലൈബ്രറിയിലുണ്ടോ, എത്ര പുസ്തകങ്ങളുണ്ട്, ഏതൊക്കെ ദിനപത്രങ്ങളാണ്, എന്തൊക്കെയാണ് അവിടെ വരുത്തുന്ന, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുത്തുന്നത് എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അതിന് മറുപടിയായിട്ട് 10 മുതൽ 4 മണി വരെയാണ് പ്രവർത്തന സമയം എന്ന് പറയുന്നു. ന്യൂസ് പേപ്പർ, വീക്കിലി, മന്ത്ലി ഇതൊക്കെയാണ് ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ല എങ്കിൽ 250 മുതൽ 25,000 രൂപ വരെ പിഴ നൽകേണ്ടി വരുന്നുള്ളൊരു അവസ്ഥയും കൂടെയുണ്ട്. ഇനി നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ച് ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നത്. ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. റൈറ്റ് ടു ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, 2005 റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം, അറിയാനുള്ള അവകാശ പ്രകാരം, പീപ്പിൾ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെൻറ് ഓഫീസ് അബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ജനങ്ങൾക്ക്, അതായത് 2005 അറിയാനുള്ള അവകാശ പ്രകാരം ജനങ്ങൾക്ക് ഏത് ഗവൺമെൻറ് ഓഫീസിനെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് വിവരങ്ങൾ ആരായാനുള്ള അവകാശമുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പീപ്പിൾ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെൻറ് ഓഫീസ് അബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനലൈസ് ദ വർക്കിംഗ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ വിച്ച് ഹെൽപ്ഡ് ദ ലെജിസ്ലേഷൻ ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതായത് എങ്ങനെയാണ് ഈ പറഞ്ഞത്, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന അറിയാനുള്ള അവകാശം നടപ്പിലാക്കിയത് ആരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ്, ഏതെല്ലാം സംഘടനകളുടെ ശ്രമഫലമായിട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് അറിയാനുള്ള അവകാശം നടപ്പിലാക്കിയത്.
വേരിയസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. എഫേർട്സ് ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഓഫ് രാജസ്ഥാൻ, അരുണ റോയിയുടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എഫേർട്സ് ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഓഫ് രാജസ്ഥാൻ ഹാസ് ലെഡ് ടു ദ ലെജിസ്ലേഷൻ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. പ്രധാനമായിട്ട് ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. The intervention of several organizations and social activists also helped the passing of the Right to Information Act 2005. കൂടാതെ ആരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ്? വിവിധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും വിവിധ സംഘടന ഇന്റർവെൻഷൻ ഇടപെടൽ. സെവറൽ ഓർഗനൈസേഷൻ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ആരുടെയാണ്? സാമൂഹ്യ പ്രവർത്തകരുടെയും. ആൾസോ ഹെൽപ്ഡ് പാസിംഗ് ഓഫ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. This ensures the right of all citizens of India to receive information. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. അത്രേ പറഞ്ഞുള്ളൂ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രധാനമായിട്ടും വിവരാവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അറിയാനുള്ള അവകാശത്തെ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. പിന്നെ വിവിധ സംഘടനകളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളും ഇതിന് സഹായകമായി തീർന്നു. ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെന്റ് കറപ്ഷൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ടു പ്രിവെന്റ് കറപ്ഷൻ. കറപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഗവൺമെൻറ് നമുക്ക് ധാരാളം സേവനങ്ങൾ തരുന്നു. ആ സേവനങ്ങൾ പ്രധാനമായും നൽകുന്നത് ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് സേവനം ചെയ്യുന്നതിന് പകരമായിട്ട് പണം ചോദിക്കുകയും നമ്മൾ പണം നൽകുകയും ചെയ്യുന്നതിനാണ് നമ്മൾ അഴിമതി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇത് മാത്രമല്ല, പലതരത്തിലുള്ള അഴിമതിയുണ്ട്. ഉദാഹരണം പാലാരിവട്ടം മേൽപ്പാലം പദ്ധതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പലതരത്തിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്ത ഒരു അഴിമതി കേസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഈ അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെന്റ് കറപ്ഷൻ. അഴിമതി നിയന്ത്രിക്കുന്നതിനും ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരുന്നതിനും ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെന്റ് കറപ്ഷൻ, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസ്പെറൻറ്റ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിൽ ഈ നിയമം ലക്ഷ്യമിടുന്നത്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? പ്രിവെന്റ് കറപ്ഷൻ. ഒന്നാമത്തത് അഴിമതി നിയന്ത്രിക്കുക. രണ്ടാമത് ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക. ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക. ആൻഡ് മേക്ക് ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസ്പെറൻറ്റ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഒരു പോയിന്റ് കൂടെ കൊടുക്കുന്നു. ദ സിറ്റിസൺ വിൽ ഗെറ്റ് കോപ്പീസ് ഓഫ് ദ പബ്ലിക് ഡോക്യുമെന്റ്സ് ഇഫ് ദേ അപ്ലൈ ഫോർ ദം. അതായത് പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഇത് നിയമത്തിലൂടെ കഴിയുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസുകളുടെ കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തികൾ അല്ലെങ്കിൽ പൗരന്മാർ ആവശ്യപ്പെടുന്ന പക്ഷം അത് നൽകേണ്ടതായിട്ടുണ്ട്. അതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിയാനുള്ള അവകാശത്തെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെന്റ് കറപ്ഷൻ. ഒന്നാമത്തത് ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നു. അടുത്ത ഫംഗ്ഷനിങ് ഓഫ് ദി ഗവൺമെന്റ് ട്രാൻസ്പെറൻറ്റ്, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നു. കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ അവർ ആവശ്യപ്പെടുന്ന പക്ഷം നൽകേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ടു പെർഫോം ദ ഫംഗ്ഷൻ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. എവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്? കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട്. പിന്നെ അത് ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ദർ വിൽ ബി എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ ആരുണ്ടെന്ന് നോക്കിയ ആൻഡ് നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ് ഇൻ ദ ഇൻഫർമേഷൻ കമ്മീഷൻ. എത്ര കവിയാത്തയാണ്? 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാവും. ദർ വിൽ ബി എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ് ഇൻ ദ ഇൻഫർമേഷൻ കമ്മീഷൻ. അത് ആരുണ്ട്? 10 കവിയാത്ത അംഗങ്ങൾ വിവരാവകാശ കമ്മീഷനിലുണ്ടാവും. ഇഫ് ദ അതോറിറ്റീസ് ഡു നോട്ട് ഗിവ് ഓർ റെഫ്യൂസ് ടു ഗിവ് ദ ഇൻഫർമേഷൻ or gave wrong and unsatisfactory replies, one can approach the information commission and can file an appeal.
അപ്പോൾ എന്താണ് പറയുന്നത്? ഇഫ് ദ അതോറിറ്റീസ് ഡു നോട്ട് ഗിവ്, ഇപ്പോൾ അതോറിറ്റീസ് ബന്ധപ്പെട്ട അധികാരികൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് കറക്റ്റായിട്ടുള്ള മറുപടി ലഭിച്ചില്ല എങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്, ഇഫ് ദ അതോറിറ്റി ബന്ധപ്പെട്ട അധികാരികൾ ഡു നോട്ട് ഗിവ്, അത് നൽകിയില്ല എങ്കിൽ, ഓർ റെഫ്യൂസ് നിരാകരിക്കുകയോ, റെഫ്യൂസ് ടു ഗിവ് ദ ഇൻഫർമേഷൻ വിവരങ്ങൾ നിരാകരിക്കുകയോ, ഓർ ഗേവ് റോങ് തെറ്റായ വിവരങ്ങൾ നൽകിയോ, ഓർ അൺസാറ്റിസ്ഫാക്ടറി റിപ്ലൈസ് തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയോ ചെയ്തു കഴിഞ്ഞാൽ ഓൺ ക്യാൻ അപ്രോച്ച് ആരെ സമീപിക്കാം? ദി ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനെ സമർപ്പിക്കാം. ആൻഡ് ക്യാൻ ഫയൽ ആൻ അപ്പീൽ, എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പീൽ സമർപ്പിക്കാനും സാധിക്കും. ഇങ്ങനെ അപ്പീൽ സമർപ്പിക്കുമ്പോൾ ഇഫ് ദ കമ്മീഷൻ ഈസ് കൺവിൻസ്ഡ്, കമ്മീഷൻ ഇത് ബോധ്യപ്പെട്ടാൽ ശരിയായ രീതിയിലുള്ള കാര്യമാണ് ആ വ്യക്തി നൽകിയിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫൈൻ ഓഫ് എത്രയാണ് 250 പെർ ഡേ ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ദ എംപ്ലോയി കൺസേൺ ടിൽ ദ ഇൻഫർമേഷൻ ഈസ് ഗിവൺ. വിവരങ്ങൾ നൽകുന്നത് വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. എപ്പോൾ വരെയാണ്? ആ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് വരെ. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട അധികാരികൾ നൽകിയില്ല എങ്കിൽ, നിരാകരിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ, പിന്നെ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് നൽകുന്നതെങ്കിൽ ഒരാൾക്ക് എവിടെ സമീപിക്കാം? ഇൻഫർമേഷൻ ഓൺ ക്യാൻ അപ്രോച്ച് ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിക്കാം. എന്നിട്ട് അത് അപ്പീൽ സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ അപ്പീൽ സമർപ്പിക്കുക, അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കമ്മീഷന് ഇങ്ങനെ ഒരു അധികാരമുണ്ട്. എന്താണ് അധികാരം? 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഇത്രയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അറിയാനുള്ള അവകാശം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ അറിയാനുള്ള അവകാശ നിയമപ്രകാരം, അറിയാനുള്ള അവകാശ പ്രകാരം എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരന്മായിട്ടുള്ള ഏതൊരു ആൾക്കാർക്കും ഏതൊരു സർക്കാർ സ്ഥാപനത്തെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയാനുള്ള അവകാശമുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഇത് ഏതൊക്കെ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ അറിയാനുള്ള അവകാശം നിലവിൽ വന്നതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞത് ആരുടെയാണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. വിവിധ സംഘടനകളുടെ സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിന് സഹായകമായി തീർന്നു. 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്? അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉത്തരവാദിത്തം ബോധം ഉണ്ടാക്കുക, പിന്നെ അതുപോലെ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക, ട്രാൻസ്പെറൻ്റ് ആക്കി മാറ്റുക, പിന്നെ അതായത് പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള രേഖകൾ വ്യക്തികൾ ആവശ്യപ്പെടുന്ന സമയത്ത് നൽകേണ്ടതും ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇൻഫർമേഷൻ കമ്മീഷന് വിവരാവകാശ കമ്മീഷൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന്, ഒബ്ജക്റ്റീവൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ദർ വിൽ ബി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അത് ആരുണ്ട്? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളുണ്ട്. ഇനി പറയുന്നു തെറ്റായ വിവരങ്ങൾ നൽകുക, വിവരങ്ങൾ നൽകാതിരിക്കുക, അതുപോലെ തന്നെ തൃപ്തികരമല്ലാത്ത മറുപടി നൽകുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കും. ഇൻഫർമേഷൻ കമ്മീഷന് മുന്നിൽ അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കും. അത് കമ്മീഷന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഭരണ റൈറ്റ് ടു സർവീസ്, സേവന അവകാശം. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ. അപ്പോൾ റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമമാണ്. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ, ഒരു നിയമമാണ്. വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ, അത് ആർക്ക് ഉറപ്പുവരുത്തുകയാണ്? ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൃത്യമായി ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണെന്ന് ഈ റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന്. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു ദ പീപ്പിൾ. This law determines the time limit for every service given by the government office. ഈ നിയമം എന്താണ് ചെയ്യുന്നതൊക്കെ? ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ഇത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. ഈ നിയമം പറയുന്ന ഇത്രയേ ഉള്ളൂ. ദിസ് ലോ ഡിറ്റർമിൻസ് ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ദ ടൈം ലിമിറ്റ് ഫോർ എവരി സർവീസ്, എല്ലാ സേവനങ്ങൾക്കും ഇത്ര സമയത്തിനുള്ളിൽ നൽകണം എന്ന് പറയുന്നു. ഗിവൺ ബൈ എ ഗവൺമെൻറ് ഓഫീസ്, ഒരു ഗവൺമെൻറ് ഓഫീസ് നൽകേണ്ട സേവനങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ നൽകണമെന്ന് ഈ സേവന പ്രകാരം അല്ലെങ്കിൽ ഈ സേവന അവകാശ പ്രകാരം പറയുന്നു. ഇതൊരു നിയമമാണ്.
റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവർ സർവീസ് ടു ദ പീപ്പിൾ. ആ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ദിസ് ലോ ഡിറ്റർമിൻ ചെയ്യുന്നു ദ ടൈം ലിമിറ്റ്, ഒരു സമയക്രമമാണ്, ഒരു ഇത്ര കാലപരിധിക്കുള്ളിൽ തന്നെ നൽകണമെന്ന് പറയുന്നു. ദിസ് ലോ ഡിറ്റർമിൻസ് ദ ടൈം ലിമിറ്റ് ഫോർ എവറി സർവീസ് ഗിവൺ ബൈ എ ഗവൺമെൻറ് ഓഫീസ്. അതിന് ഉദാഹരണം പറയുന്നു, വിവിധ പരീക്ഷാ നടത്തിപ്പുകളുടെ എത്ര സമയത്തിനുള്ളിൽ. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്ന കുട്ടികളുടെ ജനനത്തീയതി തിരുത്തൽ 6 മാസം. പിന്നെ അതുപോലെ തന്നെ SLC ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ട്രിപ്ലിക്കേറ്റ് അന്ന് തുടങ്ങിയ വിതരണം, മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് നൽകൽ യഥാസമയം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രയാണ് പരമാവധി 3 മാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് സേവനാവകാശം. This law determines the time limit for every service given by government office. If the deserved service is not given with this time limit, ഈ സമയത്തിനുള്ളിൽ നൽകിയില്ല എങ്കിൽ, ഈ നിയമം അനുശാസിക്കുന്ന നിശ്ചിത കാലത്തിനകത്ത് തന്നെ പൗരന് നൽകിയില്ല എങ്കിൽ, വ്യക്തികൾക്ക് നൽകിയില്ല എങ്കിൽ, if the deserved service, അയാൾക്ക് അർഹതപ്പെട്ട സേവനം ഈസ് നോട്ട് ഗിവൺ വിത്തിൻ ദിസ് ടൈം ലിമിറ്റ്, ഈ സമയത്തിനുള്ളിൽ നൽകിയില്ല എങ്കിൽ, ദ റെസ്പോൺസിബിൾ എംപ്ലോയി ഷുഡ് പേ എ ഫൈൻ. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഒരു ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും, ഒരു പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. ആസ് പെർ ദ റൈറ്റ് ടു ഇൻ സർവീസ് ആക്ട്, അതായത് ഈ പ്രകാരം സേവനാവകാശ നിയമപ്രകാരം, ആൻ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ എവറി ഗവൺമെൻറ് ഓഫീസ് ടു ഗീവ് ഗൈഡൻസ് ആൻഡ് പ്രോപ്പർ ഹെൽപ്പ് ടു ആപ്ലിക്കൻസ്. അതായത് സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഇതൊരു നിയമമാണ്. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ, ഒരു നിയമമാണ് വിച്ച് എൻഷുവർ സർവീസ് ടു ദ പീപ്പിൾ. ജനങ്ങൾക്കത് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ദിസ് ലോ ഡിറ്റർമിൻ ദ ടൈം ലിമിറ്റ്, എന്താണ് സമയബന്ധിതമായി സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ദിസ് ലോ ഡിറ്റർമിൻ ടൈം ലിമിറ്റ് ഫോർ എവരി സർവീസ് ഗിവൺ ബൈ ഗവൺമെൻറ് ഓഫീസ്. ഗവൺമെൻറ് ഓഫീസ് നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഒരു കാലപരിധി ഈ നിയമം നിശ്ചയിക്കുന്നു. ഇഫ് ദ ഡിസർവ്ഡ് സർവീസ് ഇസ് നോട്ട് ഗിവൺ വിത്തിൻ ദി ടൈം ലിമിറ്റ്, ഈ സമയത്തിനുള്ളിൽ നൽകിയില്ല എങ്കിൽ, ദ റെസ്പോൺസിബിൾ എംപ്ലോയി ഷുഡ് പേ എ ഫൈൻ. എന്ത് ചെയ്യണം? ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. ആസ് പെർ ദ റൈറ്റ് ടു സർവീസ് ആക്ട്, ആൻ ഓഫീസർ ഈസ് അപ്പോയിൻറ്റഡ് ഇൻ എവറി ഗവൺമെൻറ് ഓഫീസ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. ടു ഗിവ് ഗൈഡൻസ് ആൻഡ് പ്രോപ്പർ ഹെൽപ്പ് ടു ആപ്ലിക്കൻസ്, ഇതിന് സഹായിക്കുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാവും. ഇനി പറയുന്നു, ഡ്യൂ ടു ദ കണ്ടിന്യൂഡ് ഇൻ്റർവെൻഷൻ ഓഫ് ദ സിവിൽ സൊസൈറ്റി, ദ ഗവൺമെൻറ് ഹാവ് ആൾസോ ടേക്കൺ സം അതർ സ്റ്റെപ്സ് ടു മേക്ക് അഡ്മിനിസ്ട്രേഷൻ മോർ എഫിഷ്യൻറ്റ്. അതായത് പൊതുവ സംവിധാനത്തിന് നിരന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു ചില നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വളരെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് ഈ ഗവേണൻസ്? ഫസ്റ്റ് പാർട്ട്, അത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഗവേണൻസ്. അതുപോലെ അടുത്ത പാർട്ടിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ, അറിയാനുള്ള അവകാശം. അടുത്ത പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയത് റൈറ്റ് ടു ഇൻഫർമേഷനിൽ ഒരു ഭാഗമാണ് ഇൻഫർമേഷൻ കമ്മീഷൻ. അതിൽ റൈറ്റ് ടു സർവീസ്, സേവനാവകാശം. ഇനി നമ്മൾ മനസ്സിലാക്കണം, അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ? പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ ഇപ്പോൾ ഭരണ നവീകരണത്തിന് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ നടപടികൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇത്രയും ഈ 4 കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണം. അതായത് എന്തെല്ലാം കാര്യങ്ങളാണ്? പ്രധാനമായിട്ടും റൈറ്റ് ടു ഈ ഗവർണൻസ് ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ എഴുതണം. അടുത്ത പാർട്ടിൽ റൈറ്റ് ടു സർവീസ് എഴുതണം. അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോക്പാൽ ആൻഡ് ലോകായുക്ത. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെന്റ് കറപ്ഷൻ അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവൽസ്. അപ്പോൾ എവിടെയൊക്കെയാണ് ടു പ്രിവെന്റ് കറപ്ഷൻ, അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് എവിടെയൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണതലത്തിൽ; ബ്യൂറോക്രാറ്റിക്, ഉദ്യോഗസ്ഥ തലത്തിൽ; പൊളിറ്റിക്കൽ ലെവൽസ്, രാഷ്ട്രീയ തലത്തിൽ. ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് ഭരണതലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ എളുപ്പമാണ്. ലോക്പാൽ ആൻഡ് ലോകായുക്ത എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാർട്ടാണ് ലോക്പാൽ, ലോകായുക്ത. ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് ലോക്പാൽ, ലോകായുക്ത. അപ്പോൾ ലോക്പാൽ മനസ്സിൽ ഓർത്തിരിക്കുക, ഇത് നമ്മൾ തിരിച്ചെഴുതി വയ്ക്കുകയാണ് മിക്കവാറും സംഭവിക്കുന്നത്. ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ലോക്പാൽ.
ലോകായുക്ത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ. മനസ്സിൽ ഓർത്തിരിക്കുക, ലോക്പാൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടും ലോകായുക്ത സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടും. നമ്മൾ ഭാഗത്തേക്ക് വരുന്നു. The institution constituted at the national level to prevent corruption is Lokpal. The institution constituted at the national level, ദേശീയ തലത്തിൽ, to prevent corruption is Lokpal. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്ഥാപനമാണെന്ത്? ലോക്പാൽ എന്ന് പറയുന്നത്. The institution constituted at the national level to prevent corruption is Lokpal. Lokpal has the power to register cases on the issue of corruption against employees and public workers can suggest necessary actions. അപ്പോൾ ലോക്പാൽ ഹാസ് ദ പവർ, ലോക്പാലിന് ഒരു എന്നൊരു അധികാരമുണ്ട്. എന്താണ് അധികാരം? ടു രജിസ്റ്റർ കേസസ് ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ അഗെയിൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ്. ആരൊക്കെയാണ്? ദേശീയ തലത്തിൽ അഴിമതി കൊണ്ടുവന്ന സ്ഥാപനമാണ്. പൊതുപ്രവർത്തകർക്കെതിരായിട്ടും. ആർക്കൊക്കെ എതിരായിട്ടാണ്? പൊതുപ്രവർത്തകർ, പിന്നെ ആരുണ്ട്? ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ലോക്പാൽ ഹാസ് ദ പവർ ടു രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഓൺ ഇഷ്യൂസ് ഓഫ് കറപ്ഷൻ, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഗെയിൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ്, ഉദ്യോഗസ്ഥന്മാർക്കും പബ്ലിക് വർക്കേഴ്സും, രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ പൊതുപ്രവർത്തകർ, അവർക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാനും ആൻഡ് സജസ്റ്റ് നെസസറി ആക്ഷൻസ്, കേസ് അന്വേഷിച്ച് നടപടികൾ നിർദ്ദേശിക്കുവാനും ഇവർക്ക് അധികാരമുണ്ട്. ലോക്പാലിന് അധികാരമുണ്ട്. ലോകായുക്ത is the institution is constituted at the state level to hear corruption cases. അപ്പോൾ ഇവിടെ എന്താണ്? സംസ്ഥാന തലത്തിലെ അഴിമതി കേസുകൾ പരിശോധിക്കാൻ രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ലോകായുക്ത is the institution constituted at the state level. അതുപോലെ മാറിപ്പോലെ സ്റ്റേറ്റ് ലെവലാണ് ലോകായുക്ത. ലോകായുക്ത is the institution constituted at the state level to hear corruption cases. Both of them follow judicial procedures. ഇവയ്ക്ക് രണ്ടിനും കോടതി നടപടികളുടെ രീതിയാണുള്ളത്. ലോക്പാലിനും ലോകായുക്തയ്ക്കും കോടതി നടപടികളുടെ രീതിയാണ് ഉള്ളത്. ഇവിടെ എളുപ്പമാണ്. ലോക്പാൽ എന്ന് പറയുന്നത് രജിസ്റ്റർ കേസ് ഓൺ ഇഷ്യൂസ് കറപ്ഷൻ അഗെയിൻസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പബ്ലിക് വർക്കേഴ്സ് ക്യാൻ സജസ്റ്റ് നെസസറി ആക്ഷൻസ്. പൊതുപ്രവർത്തകർക്കെതിരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഉന്നയിക്കപ്പെടുന്ന അഴിമതി കേസെടുത്ത് അത് അന്വേഷിക്കുന്നതിന് നടപടികൾ നിർദ്ദേശിക്കാൻ ലോക്പാലിന് അധികാരമുണ്ട്. ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സംവിധാനമാണെന്ത്? ലോകായുക്ത. ഇവയ്ക്ക് രണ്ടിനും എന്താണ്? ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ് ആണുള്ളത്. എന്ന് വെച്ചാൽ കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്ക് രണ്ടുപേർക്കും ഉള്ളത്, ലോക്പാലിനും ലോകായുക്തയ്ക്കും. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മറ്റൊരു സംവിധാനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ ഫോർ വാട്ട് പർപ്പസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? എന്ത് ഉദ്ദേശം, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? The Central Vigilance Commission is the institution constituted at the national level to prevent corruption. അപ്പോൾ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണെന്ത്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇറ്റ് കെയിം ടു എഫക്റ്റ് ഇൻ 1964. 1964 ഇത് നിലവിൽ വന്നത്. It is formed to prevent corruption in the central government office. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള സ്ഥാപനമാണെന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് രൂപം കൊണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപം നൽകിയിട്ടുള്ളത്. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷനകത്ത് ആരൊക്കെയുണ്ടെന്നാണ് പറയുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഈസ് ദ ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു നാൾ വരും എന്നുള്ള സിനിമയിൽ പ്രധാനമായിട്ടും വിജിലൻസ് ഓഫീസറായിട്ടാണ് മോഹൻലാൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഈസ് ദ ഹെഡ് ഓഫ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും. ഇൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ദർ വിൽ ബി എ ചീഫ് വിജിലൻസ് ഓഫീസർ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആരുണ്ടാവും? ഒരു
ഇൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ദർ വിൽ ബി എ ചീഫ് വിജിലൻസ് ഓഫീസർ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആരുടെ ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചർ ഓഫീസ്, ഫിഷറീസ് ഓഫീസ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ആരുണ്ടാവും, ഒരു വിജിലൻസ് ഓഫീസർ ഉണ്ടാവും. ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മീഷൻ ഈസ് ടു എൻക്വയർ ഇൻ ടു വിജിലൻസ് കേസസ് ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഈ ഉദ്യോഗസ്ഥൻ്റെ ചുമതല എന്നത് വിജിലൻസ് കേസുകൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് കമ്മീഷൻ്റെ ചുമതല. ഡ്യൂട്ടി ഓഫ് ദ കമ്മീഷൻ ഈസ് ടു എൻക്വയർ ഇൻ ടു വിജിലൻസ് കേസസ്. വിജിലൻസ് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടത്തി ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻസ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, അത്യാവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് കമ്മീഷൻ്റെ ചുമതല. ബേസ്ഡ് ഓൺ ദ മോഡൽ ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. എല്ലാ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനും രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. The State Vigilance Commission inquires into corruption in the state government offices. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. വിജിലൻസ് കോർട്സ് ആർ ആൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ട്രാക്ക് വിജിലൻസ് കേസസ്. അപ്പോൾ അതായത് വിജിലൻസ് കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞോളൂ. കേന്ദ്ര തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കുക, കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രണ്ട് തരത്തിലാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അഴിമതി തടയുന്നതിന് വേണ്ടി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്തിൽ വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ വകുപ്പുകളിലും എന്തുണ്ടാവും, ഒരു മുഖ്യ വിജിലൻസ് ഓഫീസർ പ്രവർത്തിച്ചു വരുന്നു. ഈ വിജിലൻസ് കേസുകൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതല. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഈസ് ദ ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ദർ വിൽ ബി എ ചീഫ് വിജിലൻസ് ഓഫീസർ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ചീഫ് വിജിലൻസ് ഓഫീസർ ഉണ്ടാവും, ഒരു മുഖ്യ വിജിലൻസ് ഓഫീസർ ഉണ്ടാവും. ഈസ് ടു എൻക്വയർ ഇൻ ടു വിജിലൻസ് കേസസ് ആൻഡ് ടേക്സ് നെസസറി ആക്ഷൻ. അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് കമ്മീഷൻ്റെ ചുമതല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ പോലെ തന്നെ സംസ്ഥാന തലത്തിലുണ്ട് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനുണ്ട്. ദ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ഇൻക്വയർസ് ഇൻറ്റു കറപ്ഷൻ ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളുടെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ ആ ഒരു പാർട്ട് മാത്രം എഴുതിയാൽ മതി, ഇത്രയും ഭാഗം ഉൾക്കൊള്ളിച്ചാൽ മതി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കണം, ഇത്രയേ ഉള്ളൂ. അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്കസ് ദ റൈറ്റ്സ് ഓഫ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കേ. ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്, രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്. ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ എന്തിൻ്റെ ഭാഗമാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ് അഗെയിൻസ്റ്റ് ദെയർ കറപ്ഷൻ. ഇവരുമായി ബന്ധപ്പെട്ട കറപ്ഷൻ, അഴിമതി, നെപ്പോട്ടിസം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വജനപക്ഷപാതം എന്ന് വെച്ചാൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലുമൊക്കെ തിരികെ കയറ്റുക, അവിടെയൊക്കെ സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കളെയും അതുപോലെ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരെയൊക്കെ ഗവൺമെൻറ് സർവീസുകളിൽ കൊണ്ടുവരിക, അതാണ് നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം. അതുപോലെ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ധന ദുർവിനിയോഗം, അനാവശ്യമായി പണം ചെലവാക്കുക, ധന ദുർവിനിയോഗം അത് ഉപയോഗപ്പെടുത്തുക. ഓർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ അവരുടെ ചുമതലകളിൽ വീഴ്ച വരുത്തുക. ഇതൊക്കെയാണ് ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ പർപ്പസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തിരിക്കുന്നത്, ഓംബുഡ്സ്മാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ജനപ്രതിനിധികളുടെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് പാർട്ട് ഓഫ് പബ്ലിക് കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ് അഗെയിൻസ്റ്റ് ദെയർ കറപ്ഷൻ. അവരുടെ കറപ്ഷനുമായി ബന്ധപ്പെട്ട അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകൾ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം. ആർക്കാണ് പരാതി നൽകാവുന്നതാണ്, ഈ ഓംബുഡ്സ്മാന് പരാതി നൽകാം. കംപ്ലൈൻറ്റ്സ് ക്യാൻ ബി ഫയൽഡ് അഗെയിൻസ്റ്റ് ദെയർ കറപ്ഷൻ. അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉന്നത നേതാക്കന്മാർ അഴിമതി കാട്ടുകയോ അത് സ്വജനപക്ഷപാതം കാട്ടുകയോ ചെയ്താൽ നമുക്ക് ആരുടെ കേസ് സമർപ്പിക്കാം, ഓംബുഡ്സ്മാൻ്റെ അടുത്ത് കേസ് സമർപ്പിക്കാൻ സാധിക്കും. കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫയൽഡ് അഗെയിൻസ്റ്റ് ദെയർ കറപ്ഷൻ, നെപ്പോട്ടിസം, ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ ഓർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ടാണ് ഓംബുഡ്സ്മാനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഓംബുഡ്സ്മാൻ. അപ്പോൾ ആരാണ് ഓംബുഡ്സ്മാൻ? ഒരു സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജ്, സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി പ്രവർത്തിക്കുന്നത്. എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഓംബുഡ്സ്മാൻ.
പീപ്പിൾ ക്യാൻ ഡയറക്റ്റ്ലി അപ്രോച്ച് ദ ഓംബുഡ്സ്മാൻ വിത്ത് കംപ്ലൈൻറ്റ്സ്. ജനങ്ങൾക്ക് നേരിട്ട് ചെല്ലാവുന്നതാണ്. ഓംബുഡ്സ്മാന് മുന്നിൽ നേരിട്ട് പരാതിയുമായി ചെന്ന് സമീപിക്കാവുന്നതാണ്. ഓൺ റിസീവിങ് കംപ്ലൈൻറ്റ്സ്, പരാതി ലഭിച്ചാൽ ദ ഓംബുഡ്സ്മാൻ ഹാസ് ദ പവർ ടു സമ്മൺ എനിവൺ. ഓംബുഡ്സ്മാൻ ആരെയും വിളിച്ചു വരുത്താവുന്നതാണ്. ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുക. ഏത് രാഷ്ട്രീയ പ്രവർത്തകരെ, ഏത് പൊതുപ്രവർത്തനം വിളിച്ചു വരുത്തി, എന്ത് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സമ്മൺ വിളിച്ചു വരുത്തി ചോദിക്കാവുന്നതാണ്. ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടികൾക്ക് ക്യാൻ ഓർഡർ എൻക്വയറി ആൻഡ് റെക്കമെൻഡഡ് ആക്ഷൻസ്. ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടിക്ക് ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഓർഡർ എൻക്വയറി ആൻഡ് റെക്കമെൻഡഡ് ആക്ഷൻ. ഇനി ഭാഗത്തിൽ പറയുന്നു ഓംബുഡ്സ്മാൻ ഹാസ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ബാങ്കിങ് സെക്ടർ അറ്റ് ഹിയർ കംപ്ലൈൻറ്റ്സ് ഓഫ് ക്ലയൻറ്റ് ആൻഡ് റെക്ടിഫൈ ദം. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഓംബുഡ്സ്മാനെ നിയമിച്ചിരുന്ന ഇവിടേക്ക് വേണ്ടിയിട്ടാണ് ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇത്രേ പറയുന്നുള്ളൂ. ഹാസ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ബാങ്കിങ് സെക്ടർ ടു ഹിയർ ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ക്ലയൻറ്റ്സ് ആൻഡ് റെക്ടിഫൈ ദം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ, പൊതുഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ അതുപോലെ തന്നെ ധനദുർവിനിയോഗമോ അതുപോലെ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓംബുഡ്സ്മാനിലേക്ക് സമീപിക്കാൻ സാധിക്കും. ഓംബുഡ്സ്മാന് ആരെയും വിളിച്ചു വരുത്തി എന്ത് ചെയ്യാം, അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനും നടപടികൾക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതിനകത്ത് ഇനി ആരെയാണ് നിയമിക്കുന്നത്, ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്ന ആരെയാണെന്ന് പറയുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ആ ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. വിരമിച്ച ഹൈക്കോടതി ഉദ്യോഗസ്ഥനെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ഇത്രയേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തുടക്കത്തിൽ ഇത് എവിടെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഓംബുഡ്സ്മാൻ സംവിധാനം? ബാങ്കിങ് സെക്ടറാണ്. ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് പറയുന്നു ഡിലേഡ് സർവീസ്, ഡീനൽ ഓഫ് ദ റൈറ്റ് സർവീസ് ഓർ മേക്കിംഗ് സർവീസ് ആസ് എ ഫേവർ ഈസ് കൺസിഡേർഡ് ആസ് ദ കറപ്ഷൻ ഇൻ മോഡേൺ സൊസൈറ്റി. ബട്ട് ഡിലേഡ് സർവീസ്, സേവനങ്ങൾ വൈകി നൽകുക. ഡിനൽ ഓഫ് ദ റൈറ്റ് ടു സർവീസ്, സേവനങ്ങൾ നിഷേധിക്കുക. ഒരാൾക്ക് സേവനങ്ങൾ അവരുടെ നിഷേധിക്കുക. മേക്ക് സർവീസ് ആസ് എ ഫേവർ, ഒരാളുടെ ഔദാര്യമാക്കി മാറ്റുക. അതായത് സേവനത്തെ എന്താക്കി മാറ്റുക? ഔദാര്യമാക്കി മാറ്റുക. അവരുടെ ഔദാര്യമല്ല ഇത്. ഇതിങ്ങനെയൊക്കെ ആക്കി മാറ്റുന്നത് ആധുനിക സമൂഹത്തിൽ ഇതിനെല്ലാം കണക്കാക്കുന്നത് എന്താണ്? കറപ്ഷനായിട്ടാണ്. എന്തിനൊക്കെയാണ്? സേവനങ്ങളെ താമസിപ്പിക്കുക, സേവനങ്ങൾ നിഷേധിക്കുക, സേവനങ്ങളെ ഔദാര്യമാക്കി മാറ്റുക. ഇതൊക്കെ എന്തായിട്ടാണ് കണക്കുന്നത്? ആധുനിക സമൂഹത്തിൽ കറപ്ഷനായിട്ട്, അഴിമതിയായിട്ടാണ് കണക്കുന്നത്. നമ്മൾക്ക് അത്യാവശ്യമായി നമുക്ക് സേവനം ചെയ്തു തരുന്ന നമ്മുടെ ഔദാര്യമല്ല എന്ന് നമ്മൾ കണക്കാക്കുക. അവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ tries to implement the outlook that government service not a favor but the right of people. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന അവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ട്രൈ ടു ഇംപ്ലിമെൻറ്റ്, നമ്മുടെ പൊതുഭരണ സംവിധാനം എന്ത് നടപ്പിലാക്കണം? സർക്കാർ സേവനം ആരുടെ ഔദാര്യമല്ല. സർക്കാർ സേവനം ആരുടെ ഔദാര്യമല്ല, അത് പൊതുജനങ്ങളുടെ എന്താണ്? അവകാശമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് പൊതുഭരണ സംവിധാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുള്ളത്. അവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ട്രൈസ് ടു ഇംപ്ലിമെൻറ്റ്, നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ദ ഔട്ട്ലുക്ക് എന്ത് കാഴ്ചപ്പാടാണ്? ദാറ്റ് ഗവൺമെൻറ് സർവീസ് ഈസ് നോട്ട് എ ഫേവർ, ഗവൺമെൻറ് സർവീസ് എന്തല്ല, അതൊരു ഔദാര്യമല്ല, എന്താണ്? ബട്ട് ദ റൈറ്റ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാടാണ് പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തിൽ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യകത നമ്മൾ പഠിച്ച ഭാഗമാണ്. തുടക്കത്തിൽ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യകത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഈസ് നീഡഡ് ഫോർ ഗവൺമെൻറ് ടു എക്സിസ്റ്റ് ആൻഡ് ഫംഗ്ഷൻ. കൂടാതെ ഇതും കൂടി എഴുതണം, ഗവൺമെൻറ് ട്രൈ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു വേരിയസ് പ്രോബ്ലംസ് ആൻഡ് എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇത്ര ഉൾക്കൊള്ളിച്ചാൽ മതി. അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ഹൗ ആർ എംപ്ലോയീസ് സെലക്ടഡ് ഇൻ എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുഭരണ സംവിധാനത്തിൽ ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ് രീതികൾ. അപ്പോൾ അതായത് നമ്മൾ പഠിച്ചാണ്. ഇവിടെ നിന്ന് ആൻസർ ചെയ്യണം. The initial first step is the notification of Kerala Public Service. All those who are appointed on this way are part of civil service of India. അവിടെ വരെ ഉൾക്കൊള്ളിച്ചാലും മതി. അടുത്ത പാർട്ടിൽ ഇതിൻ്റെ സവിശേഷതകളാണ്. ഉദ്യോഗസ്ഥ വൃത്തത്തിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഈ പാരഗ്രാഫാണ്. ഹയറാർക്കിൾ ഓർഗനൈസേഷൻ, പെർമനൻസ്. നിങ്ങൾ ആദ്യം ബ്യൂറോക്രസി എന്താണെന്ന് എഴുതണം.
ഇവിടെ കിടപ്പുണ്ട് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് ദ എംപ്ലോയീസ് who work under public administrative system and administer the country are together known as bureaucracy. എന്നതിൻ്റെ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിക്കണം. ഇത്രയാണ് അതിൻ്റെ ആൻസർ. ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ പ്രൊഫഷണലിസം വരെ. അടുത്ത ഭാഗം വാട്ട് ആർ ദ മെഷേഴ്സ് ടേക്കൺ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ ഇന്ത്യ, പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ അതായത് ഭരണ നവീകരണത്തിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ നടപടികൾ ഏതെല്ലാം, കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണത്. ഈ ഭാഗത്തിൽ ഈ വീഡിയോ നമ്മൾ പഠിച്ച കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം. ആദ്യം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് ഏതൊക്കെയാണെന്ന് ഈ ഗവേണൻസ് പ്രധാനമായിട്ടും ഈ ഗവേണൻസ് എന്താണ് സ്പീഡി മാനറുകൾ ഉൾക്കൊള്ളിക്കണം. ദ സിംഗിൾ വിൻഡോ സിസ്റ്റം അതൊക്കെ ഒഴിവാക്കാം, അതൊക്കെ എക്സാമ്പിളാണ്. പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടെ എഴുതണം. പിന്നെ അതിനുശേഷം അടുത്ത റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് എഴുതിയത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അക്കോർഡിംഗ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് people get an opportunity to collect information of any government office about its working. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് ഏതെല്ലാം സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ടുവന്ന് എഴുതണ്ട, അതിൻ്റെ ഒബ്ജക്റ്റീവ് മാത്രം ഉൾക്കൊള്ളിച്ചാൽ മതി. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. അവിടെ തൊട്ട് അപ്ലൈ ഫോർ ദം വരെ. പിന്നെ നമ്മൾ അടുത്ത പാർട്ടിൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് ഉൾക്കൊള്ളിക്കുക. അടുത്ത പാർട്ടിൽ റൈറ്റ് ടു സർവീസ്, ഈ ഭാഗം റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസ് ടു പീപ്പിൾ. ഇവിടെ തൊട്ട് ഹെൽപ്പ് ടു ദ ആപ്ലിക്കൻസ് വരെ. അടുത്ത ഭാഗത്തിൽ ഈ ഗവേണൻസ് ഹെൽപ്പ് ടു പബ്ലിക്, എങ്ങനെയാണ് ഈ ഗവേണൻസ് സഹായകമായി തീരുന്നത്. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ കാര്യം ഇവിടെ നമ്മൾ പഠിച്ചതാണ്. ഈ 1 2 3 4 5 പോയിൻ്റ് ഉണ്ട്. 5 പോയിൻ്റ് ഉൾക്കൊള്ളിക്കാം ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു സർവീസ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു സർവീസ് ഹെൽപ്പ് ടു മേക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോപ്പുലർ, സബ്സ്റ്റാൻഷ്യേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഏതൊക്കെയാണെന്ന് നോക്കേ. അറിയാനുള്ള അവകാശം, സേവനാവകാശം എന്നിവ നമ്മുടെ പൊതു ഭരണ സംവിധാനത്തിനെ ജനകീയമാക്കാൻ ഏതെല്ലാം വിധത്തിൽ സഹായിക്കുന്നു. അപ്പോൾ ഇത് 2 കാര്യം ഉൾക്കൊള്ളിക്കണം. അറിയാനുള്ള അവകാശം നമ്മളിവിടെ പഠിച്ചാണ്. ഇവിടെ തന്നെ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഇവിടെയും അതുപോലെ ഇവിടെ ഉൾക്കൊള്ളിക്കുക. ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് എഴുതേണ്ട, ഒബ്ജക്റ്റീവ് ഉൾക്കൊള്ളിക്കുക. എന്നിട്ട് ഇവിടെയും കൂടെ ഉൾക്കൊള്ളിക്കുക. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ തൊട്ട് പ്രോപ്പർ ഹെൽപ്പ് ടു ആപ്ലിക്കൻസ് വരെ. ഇത് 2 താരതമ്യം ചെയ്ത് എഴുതാനാണ് ചോദിച്ചത്. ലാസ്റ്റ് ഭാഗത്തിൽ ഇന്ത്യയിൽ എന്താണ് ലിസ്റ്റ് ഔട്ട് ദ സ്റ്റെപ്സ് ടേക്കൺ ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഭരണതലത്തിലുള്ള അഴിമതി തടയാൻ കൊണ്ടുവന്ന നടപടികൾ പട്ടികപ്പെടുത്തുക. അത് ലോക്പാൽ, ലോകായുക്ത, അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. ഇത് 3 കൂടെ എഴുതുക. അപ്പോൾ ആൻസറായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഈ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയ കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ചാണ്, ഭരണ നവീകരണത്തെക്കുറിച്ചാണ്. ഭരണ നവീകരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ് ചില നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാലതാമസം കൂടാതെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് പലതരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഇ ഗവേണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ എവിടെ ഉപയോഗപ്പെടുത്തലാണ് എന്നറിയപ്പെടുന്നത്, അഡ്മിനിസ്ട്രേഷനിൽ ഉപയോഗപ്പെടുത്തലാണ് ഈ ഗവർണൻസ് എന്നറിയപ്പെടുന്നത്. ദിസ് ഹെൽപ്ഡ് ഒബ്റ്റെയിൻ ഗവൺമെൻറ് സർവീസ് ഈസിലി ആൻഡ് സ്പീഡി മാനർ. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിൽ എളുപ്പത്തിൽ ലഭിക്കുന്നതിന് സഹായകമായതിന് ഉദാഹരണം 2 പറയുന്നു. ഹയർ സെക്കൻഡറി കോഴ്സിനുള്ള ഓൺലൈൻ അപേക്ഷകൾ, അതുപോലെ തന്നെ വിവിധ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓൺലൈൻ സ്കോളർഷിപ്പ് അപേക്ഷകൾ. ഇനി നമുക്ക് അതിന് ബെനിഫിറ്റ് പറയുന്നത് എന്തൊക്കെയാണ്? ബെനിഫിറ്റ് സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ സേവനം നേടാൻ സാധിക്കും. കുറഞ്ഞ സേവനം വളരെ കുറഞ്ഞ ചെലവിലും അതുപോലെ തന്നെ വേഗത്തിൽ ലഭിക്കുന്നു. എഫിഷ്യൻസി ഓഫ് ദ ഓഫീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. ഓഫീസറുടെ കാര്യക്ഷമതയും അതുപോലെ സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ അടുത്ത ഭാഗം റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. അക്കോർഡിംഗ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഏതൊരു സർക്കാർ സ്ഥാപനത്തിലും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഈ വിവരാവകാശം അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം രൂപപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ആക്ട് വന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, ഏതെല്ലാം ഓർഗനൈസേഷനാണ്. പ്രധാനമായിട്ടും മസ്ദൂർ കിസാൻ ശക്തി സംഘാത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഇത് രൂപം കൊണ്ടത്. കൂടാതെ ധാരാളം ഓർഗനൈസേഷനും സോഷ്യൽ ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തകരുടെ വിവിധ സംഘടനകളുടെ ഇടപെടലുകൾ മൂലം 2005 വിവരാവകാശത്തിന് വഴിയൊരുക്കിയത്. ഇത് രാജ്യത്തിലെ പൗരന്മാർക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ്, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പ്രിവെൻറ്റ് കറപ്ഷൻ, അഴിമതി തടയുക, ഉദ്യോഗസ്ഥന്മാർക്കിടെ അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥന്മാർക്കിടെ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക, റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഫംഗ്ഷനിങ് ഓഫ് ദി ഗവൺമെൻറ് ട്രാൻസ്പെറൻറ്റ്, ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. പിന്നെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള രേഖകൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് നൽകുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്.
പിന്നെ നമ്മൾ മനസ്സിലായി ഇൻഫർമേഷൻ കമ്മീഷനകത്ത് ആരൊക്കെയുണ്ട്? ദർ വിൽ ബി എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അതായത് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷൻ കമ്മീഷൻ 10-ൽ കവിയാത്ത അംഗങ്ങളുണ്ട്. പിന്നെ പറയുന്നു if the authorities do not give the information or gave wrong and unsatisfactory replies, one can approach the information commission and can file an appeal. അപ്പോൾ എന്താണ്? തെറ്റായ വിവരങ്ങൾ നൽകിയോ നിരാകരിക്കുകയോ അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത മറുപടിയോ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ സമീപിക്കാം? ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിക്കാൻ സാധിക്കും. അങ്ങനെ അത് നമ്മൾ സമീപിച്ച അതിന് അപ്പീൽ സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നൽകിയ അപ്പീൽ ശരിയാണെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കിയ കാര്യം റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത്. റൈറ്റ് ടു സർവീസ് എന്ന് വെച്ചാൽ ഒരു നിയമമാണ്. ഈ നിയമപ്രകാരം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ഇത്ര കാലപരിധിക്കുള്ളിൽ തന്നെ നൽകണമെന്ന് പറയുന്നു. ഈ സേവനം അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം തന്നെ പൗരന് നൽകിയില്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഒരു പിഴ നൽകേണ്ടതായിട്ടുണ്ട്. പിഴ നൽകേണ്ടി വരും. ഈ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും എന്ത് ചെയ്യണം? ഷുഡ് പേ എ ഫൈൻ ആസ് പെർ ദ സർവീസ് ആക്ട്. ഓൺ ഓഫീസർ അപ്പോയിൻറ്റഡ് എവറി ഗവൺമെൻറ് ഓഫീസ്. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഓരോ ഉദ്യോഗസ്ഥന്മാരെയും അപ്ലിക്കൻസിനെ സഹായിക്കുന്നതിനും മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിനൊക്കെ നിയമിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് ലോക്പാലും തമ്മിൽ തിരിഞ്ഞു വരും. ലോക്പാൽ എന്ന് വെച്ചാൽ ഭരണതലത്തിലും, ലോക്പാൽ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ ഉദ്യോഗസ്ഥന്മാർ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള ലോക്പാൽ. ലോകായുക്ത പറയുന്നത് സംസ്ഥാന തലത്തിൽ. ഇത്രേ ഉള്ളൂ. Lokpal and Lokayukt are constituted to prevent corruption at administrative, bureaucratic and political levels. ഭരണതലത്തിലും ഉദ്യോഗസ്ഥലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം കൊണ്ടതാണ് ലോക്പാൽ. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ലോകായുക്ത. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം ജുഡീഷ്യൽ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത ഭാഗം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദ നാഷണൽ ലെവൽ പ്രിവെന്റ് കറപ്ഷൻ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 രൂപം കൊണ്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ഒരു മുഖ്യ വിജിലൻസ് കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ആരുടെ മുഖ്യ വിജിലൻസ് കമ്മീഷൻ ഉണ്ടാവും? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇസ് ദ ഹെഡ് ഓഫ് ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇൻ എവറി ഡിപ്പാർട്ട്മെന്റ് ദർ വിൽ ബി അറൗണ്ട് ചീഫ് വിജിലൻസ് ഓഫീസർ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻസ് ഓഫീസർ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിജിലൻസ് കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് നടപടികൾ കൈക്കൊള്ളുന്ന കമ്മീഷൻ്റെ ചുമതല. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ മാതൃകയിൽ സംസ്ഥാന തലത്തിലും വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിജിലൻസ് കമ്മീഷനകത്ത് കറപ്ഷൻ ഇൻ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ്, സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ വിജിലൻസ് കമ്മീഷൻ. പിന്നെ വിജിലൻസ് കോർട്സ് ആൾസോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ട്രാക്ക് വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടുണ്ട്? വിജിലൻസ് കേസുകളിൽ തീർപ്പ് വിജിലൻസ് കോടതികളും ഉണ്ട്. പിന്നെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. കംപ്ലൈൻസ് ക്യാൻ ബി ഫയൽഡ് അഗൈൻസ്റ്റ് കറപ്ഷൻ, നെപ്പോട്ടിസം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ, നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടീസ്. ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ്. ഇതിന് വേണ്ടിയിട്ട് അതേ കാര്യത്തിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകൾ വീഴ്ച വരുത്തിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പരാതികൾ സമർപ്പിക്കാൻ സാധിക്കും. ആരുടെ അടുത്താണ്? ഓംബുഡ്സ്മാൻ അടുത്ത്. നമുക്ക് അതിനെ നിയമിക്കുന്ന ആരെയാണ്? വിരമിച്ച ഒരു റിട്ടയർഡ് ജഡ്ജിയായിരിക്കും, ഹൈക്കോടതി ജഡ്ജിയായിരിക്കും നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് ഇദ്ദേഹത്തോട് പരാതി സമർപ്പിക്കാൻ സാധിക്കും. ആ പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അയാളുടെ മുന്നിലേക്ക്, അത് ഓംബുഡ്സ്മാൻ്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ, കാര്യങ്ങൾ അന്വേഷിക്കാനും അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനും ഈ ഇദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയത്. പിന്നെ ഒരു കാര്യം ലാസ്റ്റ് പാർട്ടിൽ പറയുന്നു, ഇതാരുടെയും ഔദാര്യമല്ല. ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആരുടെ ഔദാര്യമല്ല. അതായത് ഔദാര്യമല്ല, അതുപോലെ തന്നെ താമസിക്കുന്നത്, സേവനങ്ങൾ വൈകി നൽകുന്നത്, സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നത്, സേവനത്തെ ഔദാര്യമാക്കുന്നത്, ഇതെല്ലാം അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ആരുടെ ഔദാര്യമല്ല, ഇത് സർക്കാർ സേവനം ആരുടെ ഔദാര്യമല്ല, മറിച്ച് എല്ലാവരുടെയും വ്യക്തികളുടെ അവകാശമാണെന്നുള്ള കാഴ്ചപ്പാടാണ് പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്.